ക്രിസ്മസ് ആണ്. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് കുറേ കാലത്തിന് ശേഷം 10-11 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പള്ളിയിൽ പോയി. വീക്ക് ഡേ ആണല്ലോ, ക്രിക്കറ്റ് കളിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് പള്ളിയിൽ ചെന്ന് പള്ളി കഴിഞ്ഞ് അപ്പവും സ്റ്റൂവും ബ്രേക്ക്ഫാസ്റ്റ് പള്ളിയിൽ നിന്നായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഉള്ള നമ്മുടെ പുതിയ ജനറേഷനുള്ള 2-3 കുട്ടികൾ വന്നിട്ട് ചേട്ടാ മല്ലു ക്രിക്കറ്ററല്ലേ, ഒരു സെൽഫി വേണോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, ഭയങ്കര സന്തോഷം. നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും നമ്മളെ അംഗീകരിക്കുന്ന നമ്മളെ, അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവർ ഞങ്ങൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്നൊരു സ്പേസ് ഉണ്ട്, ഞങ്ങൾക്കന്ന് കളിക്കാനൊരു സ്ഥലം ഇല്ലാതിരുന്നിട്ട് നമ്മുടെ പള്ളിയിലെ സെമിത്തേരിയുടെ മുന്നിൽ കളിക്കുമായിരുന്നു. അവിടെ അപ്പം പിള്ളേരിന്ന് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വൈകുന്നേരം അവരിപ്പം കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ വൈകുന്നേരം അവരുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാമല്ലോ എന്ന് കരുതി വന്നാണ്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഈ 10-12 വർഷമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ ഇതായിരുന്നു. ഞങ്ങളുടെ മെയിൻ വഴി, ഞങ്ങളുടെ നടരാജ് എന്ന് പറയും, വന്ന് കാൽനടയായിട്ട് ഈ വഴി വന്നിട്ടാണ് ഞങ്ങളുടെ ചെറുപ്പത്തെ ഭയങ്കര മനോഹരമാക്കിയ പള്ളിയും പള്ളിയുടെ ചുറ്റുപാടുകളിലേക്ക് എത്തുന്ന ഈ കാണുന്ന കണ്ടം കണ്ടോ, ഇവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു ടൂർണമെൻറ്റ്, അന്ന് സ്റ്റമ്പറിലാണ് ടൂർണമെൻറ്റൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ സ്റ്റമ്പർ മാറി ടെന്നീസായി. ഇവിടെ ഇപ്പം ഇൻബോളിലാണ് കളിക്കുന്നത്. ചെറിയ സ്പേസ് ആണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ സെമിത്തേരിയുടെ മുന്നിലുള്ള ചെറിയ സ്പേസ്. അന്ന് ഞങ്ങളൊരു 4-5 പേരായിട്ട് തുടങ്ങിയ കളി. എത്ര പേരാന്ന് നോക്കി ഇവിടെ കളിക്കാൻ വേണ്ടി. ഇതുപോലെ സെമിത്തേരിക്കുള്ളിലേക്ക് പോകുന്ന ബോൾ ചാടിയെടുക്കാൻ അന്ന് ധൈര്യമുള്ളവർ വേണമായിരുന്നു. ഇന്ന് പക്ഷേ എല്ലാവർക്കും ധൈര്യമായിരുന്നു തോന്നുന്നു. പിന്നെ ക്രിസ്മസ് ഈസ് ഓൾവേസ് അബൌട്ട് ഷെയറിങ്. ഇന്ന് ശരത്ത് കൊണ്ടുവന്ന കേക്കിൻ്റെ ഒരു പോർഷൻ ഞാനും എടുത്തു. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്നൊക്കെ വഴി മാറിപ്പോയതാണ് എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടാകും കേട്ടോ. ഇതൊക്കെയാണ് ജീവിതത്തിൽ, ശരിക്കും ഇവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു, ഇതൊക്കെയാണ് ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങൾ. പിന്നെന്താ, ബോൾ പോയി കഴിഞ്ഞാൽ തപ്പാൻ ധൈര്യമുള്ള ഒരുത്തൻ ചാടണം. ചുറ്റും കാടുകളാണല്ലോ. പിന്നെ അന്ന് കല്ലൊക്കെ ഇട്ട് നോക്കിയിട്ടാണല്ലോ ബോൾ എങ്ങോട്ട് പോയെന്ന് ഡിസൈഡ് ചെയ്യണേ. അതൊക്കെ രസകരമായ കാര്യങ്ങളാണ്. പിന്നെ അവരോട് ബൈ. മല്ലു ക്രിക്കറ്റിൻ്റെ യാത്ര വീണ്ടും തുടങ്ങിയാണ്. ക്രിക്കറ്റ് ഉണ്ടാക്കുന്ന